ഓക്കെ, നിങ്ങൾ ഉറക്കിയാണോ എമ്പക്കം വിടാറുള്ളത്? മെല്ലെയാണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഉറക്കിയാണോ എമ്പക്കം വിടാറുള്ളത് എന്നുള്ള നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? വെൽക്കം ബാക്ക് ടു സ്പീക്ക് ഈസി ഇംഗ്ലീഷ് ഷോ. ദിസ് ഈസ് മോമോ ആൻഡ് ടാച്ചി. സോ ഞങ്ങൾ എന്നുള്ളത് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഉറക്കിയാണോ എമ്പക്കം വിടാറുള്ളതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് ആർക്കൊക്കെ അറിയാമെന്നുള്ള ലെറ്റ്സ് സീ. സോ കം ഓൺ ഫോളോ അസ്. നിങ്ങൾ എമ്പക്കം വിടാറുണ്ടോ? അത് ഇത്ര കുറവ് വായിച്ചു പറയുന്നു വേണ്ട. ഉറക്കിയാണോ എമ്പക്കം വിടാറുള്ളത്? ഓക്കെ, നിങ്ങൾ ഉറക്കിയാണോ എമ്പക്കം വിടാറുള്ളത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കുക? എമ്പക്കത്തിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് എന്തൊരു വേർഡാണ് എമ്പക്കത്തിന്? ശ്രമിച്ചാൽ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉറക്കിയാണോ എമ്പക്കം വിടാറുള്ളത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കുക? Are you gurping loudly? എങ്ങനെ? Are you gurping loudly? ബേപ്പാണ്. ഓക്കെ, ഉറക്കിയാണോ വിടാറുള്ളത്? അത് അപ്പത്തെ സിറ്റുവേഷൻ പോലെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? മെല്ലെ വിടും. നിങ്ങൾ ഉറക്കിയാണോ എമ്പക്കം വിടാറുള്ളത് എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കുക? ഉറക്കിയാണോ എമ്പക്കം വിടാറുള്ളത്? ആരൊക്കെ നന്നായിട്ട് സൗണ്ടിൽ വിടുന്ന ആള് അല്ലെങ്കിൽ മെല്ലെ അങ്ങനെയല്ലേ ജീവിക്കുക? ഓക്കെ, ഉറക്കിയാണോ എമ്പക്കം വിടാറുള്ളത്? ഇടക്കിടക്ക് പിന്നല്ല നമ്മൾ വിടണ്ടല്ലേ. അപ്പൊ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതെങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കുക? നിങ്ങൾ ഉറക്കിയാണോ എമ്പക്കം വിടാറുള്ളത്? എമ്പക്കത്തിന് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ ബേപ്പാണ്. ബേപ്പെന്നാണ് ഇംഗ്ലീഷ്. ചെയ്യാറില്ലേ? മനുഷ്യന്മാരായി അങ്ങനെ ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏമ്പക്കം വിടാറുണ്ടോ? ഏമ്പക്കം വിടാറുണ്ടോ? നീ എന്നോടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഞങ്ങൾക്ക് ഫസ്റ്റത്തെ വിന്നറാണ് ഇന്നത്തെ. സോ കൺഗ്രാറ്റുലേഷൻസ്. ഇത് പറഞ്ഞ സ്ഥിതിക്ക് ബർപ്പ്, BURP ബർപ്പ്. അപ്പം ഡു യു ബർപ്പ് ലൗഡ് എന്നാണ് ചോദിക്കുക. സോ നമ്മുടെ ലൈഫിലുള്ള ഇതുപോലുള്ള ഏതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ശീലങ്ങൾ നമ്മുടെ ലൈഫിലുള്ള ചോദിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഡു ആണ്, അതായത് ഡുശീലം. അപ്പം ഈ ഒരു കോഡിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണമെങ്കിൽ സ്പീക്ക് ഈസിയുടെ കോഴ്സ് ചെക്ക് ചെയ്യുക. ഓൾസോ 20 കോഡുകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് ടാച്ചി. ബൈ.